SP ഡെക്കറേഷനാണ് ഈ വേദികളുടെ നിർമ്മാണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉടമ വിജയകുമാർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നമ്മൾ പ്രധാന വേദിയിലാണ് ഉള്ളത്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ? ഇവിടെ ശരിക്ക് ഇന്ന് വരെ കലോത്സവം ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് തലസ്ഥാനത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പുതിയ ടെക്നോളജി ജർമ്മൻ പന്തലിൽ ആദ്യമായിട്ട് കലാവേദി ഒരുക്കുന്നത്. അത് ഇത്രയും വലിപ്പമുള്ള ഒരു കലാവേദി ഇതുവരെ കേരളത്തിൽ ഇതുവരെ നടന്നിട്ടില്ല. കേരളത്തിലെ മറ്റുള്ള സ്ഥലങ്ങൾ പോലെ ഇതിന് ഒരിടത്തും ഇതുവരെ നടന്നിട്ടില്ല. ആ രീതിയിലുള്ള പന്തലും അതിൻ്റെ രീതികളും ആണ് ഇവിടെ ഉള്ളത്. ഒരേ സമയം ഇത്രയും ജനങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഒരു തൂണ് പോലും ഇല്ലാതെ സ്ട്രൈറ്റായിട്ട് ഏത് മൂലയിൽ ഇരുന്നാലും വേദി കൃത്യമായിട്ട് കാണാനായിട്ടും അതിനോടൊപ്പം ഈ ഇരിക്കുന്ന രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും വേദിയിലുള്ള എല്ലാ കാര്യങ്ങളും കാണുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. LED വാള് തൊട്ട് എത്ര അകലെ ഇരുന്നാലും ഇവിടുത്തെ സ്റ്റേജ് കൃത്യമായിട്ട് അടുത്തിരുന്ന് കാണുന്ന രീതിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 80% വർക്കുകൾ തീർന്നു വരികയാണ്. പിന്നെ ഇന്നത്തെ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ കാര്യം മഴ വന്നാൽ പേടിക്കില്ല, കാറ്റ് വന്നാൽ പേടിക്കില്ല, തീ പിടിക്കില്ല, അങ്ങനത്തെ ടെക്നോളജിയിലുള്ള ജർമ്മൻ പന്തലാണ് ഇത് നമ്മളെ എല്ലാ വേദികളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്? ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 12,000 പേര് ഇതിനകത്ത് ഇരിക്കാം. അത് പോയിട്ട് പുറത്ത് എല്ലാം ഒരു 10-15,000 പേര് ഇതിനകത്ത് വന്നാൽ സുഖമായിട്ടിരിക്കുന്ന രീതിയിലാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. സ്റ്റേജിൻ്റെ നീളം വീതിയൊക്കെ എങ്ങനെയാണ്? സ്റ്റേജ് എന്ന് പറയുന്നത് 40-40 സ്റ്റേജ്, പിന്നെ അതിനോടൊപ്പം ബാക്കിൽ ഗ്രീൻ റൂമുകൾ 30ഓളം, പിന്നെ 10-40 ബാത്റൂം, പിന്നെ കുടിവെള്ള സജ്ജീകരണങ്ങൾ, പിന്നെ അതിനോടൊപ്പത്തിച്ച് എല്ലാ സജ്ജീകരണങ്ങളും ഫയർഫോഴ്സ് വന്ന 4 സൈഡും കറങ്ങിപ്പോയി ഫയർഫോഴ്സിന് കറങ്ങി വരുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളെല്ലാമാണ് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് വേദികളിലൊക്കെ എങ്ങനെയാണ് നിർമ്മാണപ്പെടുത്തുന്നത്? മറ്റുള്ളതിന് പുത്തിരിക്കണ്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഭക്ഷണശാലയാണ്. ഭക്ഷണം ഒരേ സമയം 5000 പേര് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സംവിധാനം, ഒരു സമയത്ത് 5000 പേര് കഴിക്കുന്ന സംവിധാനമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. എന്നാലും വിപുലമായ ഒരുക്കങ്ങൾ എല്ലാ സ്ഥലത്തും നടക്കുമല്ലേ? എല്ലായിടത്തും ഈ 26 വേദിയും കൃത്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരേ കണക്കിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ പൂർത്തിയാക്കും നമ്മുടെ ഈ പ്രധാന വേദി അടക്കമുള്ള ഈ പ്രധാന വേദി? ഇന്ന് അതായത് പിന്നെ 1-ാം തീയതി 5 മണിയാവുമ്പോൾ ഈ വേദിയുടെ താക്കോൽദാനം ഇവിടെ ഈ വേദിയിൽ വെച്ച് മിനിസ്റ്റർക്ക് കൊടുക്കാനായിട്ടുള്ള രീതിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റു വേദികളിലും അതേപോലെ വേഗത്തിൽ അതുപോലെ തന്നെ മറ്റു വേദികളിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ വേദിയും ഏകദേശം 80% പണി പൂർത്തിയായി കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇന്ന് തന്നെ ഈ പ്രവർത്തനം ഒക്കെ പൂർത്തീകരിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം മറ്റു സ്ഥലങ്ങളിലെയും മറ്റു വേദികളിലെയും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. രഞ്ജിത് കുമാറിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.